أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا إنما أنت من المسحرين ما أنت إلا بشر مثلنا فأت بآية إن كنت من الصادقين. അല്ലാഹുൽ അലീം. ഖാലു അവർ പറഞ്ഞു, ഇന്നമാ അന്ത മിനൽ മുസഹരീൻ, നിശ്ചയം നീ സിഹിർ ബാധിച്ചവരിൽ, കൂടോത്രം അല്ലെങ്കിൽ മാരണം ബാധിച്ചവരിൽപ്പെട്ടവൻ തന്നെയാകുന്നു, അല്ലെങ്കിൽ മാത്രമാകുന്നു. മുസഹർ സിഹിർ, സഹറ എന്ന് പറഞ്ഞാൽ സിഹിർ ചെയ്തു, മുസഹിർ സിഹിർ ചെയ്യുന്നവൻ, മുസഹർ സിഹിർ ചെയ്യപ്പെടുന്നവൻ. അതിൻ്റെ ബഹുവചന രൂപം മുസഹറൂൻ, അത് മുസഹരീൻ ആയത്. മാ അന്ത നീയല്ല, ഇല്ലാ ബഷറുൻ ഒരു മനുഷ്യനല്ലാതെ, മിസ്ലുന ഞങ്ങളെപ്പോലുള്ള, ഫഅ്തി അതിനാൽ നീ കൊണ്ടുവരിക, ബി ആയത്തിൻ ഒരു ആയത്ത്, ഫഅ്തി നീ വരിക, ബി ആയത്തിൻ ഒരായത്തും കൊണ്ട് എന്നാണ് നേരെ അർത്ഥം. ബി കൊണ്ട് എന്നർത്ഥം പറ്റുന്നത് ബി കൊണ്ടാണല്ലോ. ഇൻ കുന്ത മിനസ് സാദിഖീൻ നീ സത്യസന്ധരിൽ പെട്ടവനാണെങ്കിൽ. സമൂദ് ഗോത്രത്തോട് സാലിഹ് അലൈഹിസ്സലാം അള്ളാഹുവിനെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യൂ, ധിക്കാരികളും കുഴപ്പക്കാരുമായ ആളുകളെ അനുസരിക്കരുത്, അത്തരം ആളുകളെ നേതാക്കളും അധികാരികളുമാക്കിക്കൊണ്ട് നടക്കരുത്. നിങ്ങൾ ഇവിടെ എന്നും ജീവിക്കുന്നവരാണെന്നാണോ വിചാരം എന്നൊക്കെയാണല്ലോ ചോദിച്ചത്. അതിനുള്ള മറുപടി, അവരുടെ ധിക്കാരം കലർന്ന മറുപടി, ആദ്യം ഒരു ആക്ഷേപമായിരുന്നു, അഥവാ നീ വ്യാജനാണ്. അതിലും അവർ പറഞ്ഞു, ഇന്നമാ അന്ത മിനൽ മുസഹരീൻ നീ സിഹിർ ബാധിച്ചവരിൽ പെട്ടവനാണ്. അഥവാ നീ ഇതൊക്കെ പറയുന്നത്, നേരത്തെ ലഖദ് കുന്ത ഫീന മർജുവ നീ ഞങ്ങളുടെ വലിയ പ്രതീക്ഷയായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകളാണ്. പക്ഷേ അങ്ങനെയുള്ള ആള് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? അത് മനഃപൂർവ്വം പറയില്ല. നിന്നെ ആരോ കൂടോത്രം ചെയ്ത് കുഴപ്പത്തിലാക്കിയിരിക്കുന്നു. ഭ്രാന്ത് ബാധിക്കുന്നതിന് പൗരാണിക അറബികൾ അത് കൂടോത്രം ബാധിക്കുന്നത് കൊണ്ടാണ് എന്ന് വിശ്വസിച്ചിരുന്നു. അതേ വർത്തമാനം തന്നെയാണ് ഇവരും പറഞ്ഞത്. സ്വന്തം നിലയിൽ സാലിഹ് ഇങ്ങനെയൊന്നും പറയില്ല, പക്ഷേ അവനെ ആരോ എന്തോ ബാധയേറ്റിരിക്കുന്നു, അതുകൊണ്ട് അതിൽപ്പെട്ടവനാണ് നീ എന്നാണ്. ഞാൻ നിങ്ങൾക്കുള്ള അള്ളാഹുവിൻ്റെ റസൂലാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യൂ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് അവർ കൊടുക്കുന്ന മറുപടി. നബിമാർക്ക് സിഹിർ രണ്ടും ആരോപിച്ചത് കാണാൻ കഴിയും. ഒന്ന് സിഹിർ ബാധിച്ചവനാണ് എന്നും ആരോപിച്ചത് കാണാം. അതുപോലെ തന്നെ സിഹിറുകാരനാണ്. അപ്പോൾ മൂസാ നബിയെക്കുറിച്ച് ആരോപിച്ചത് ഇവനാണ്, നിങ്ങളെ സിഹിർ പഠിപ്പിച്ചവനാണ് ഇവൻ എന്നാണ്. സാഹിറുകൾ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ, മുഅ്ജിസത്ത് കണ്ട് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഫിറോൻ പറഞ്ഞത് നേരത്തെ നമ്മൾ പഠിച്ചതാണ്. എന്നതുപോലെ ഇത് നേരെ തിരിച്ചാണ്. നിനക്ക് ആരോ ഒന്നുകിൽ സിഹിർ ചെയ്യാണ്, അല്ലെങ്കിൽ സിഹിർ ബാധിച്ചതാണ്. രണ്ടാലൊരു ആരോപണമാണ് ഉന്നയിക്കുക. ഈ മുസഹരീൻ എന്നതിന് വേറെയും വ്യാഖ്യാനങ്ങൾ. ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്, ഇന്നമാ അന്ത മിനൽ മഖ്ലൂഖീൻ നീ സൃഷ്ടികളിൽപ്പെട്ടവരാണ്, സൃഷ്ടികളിൽ പെട്ട ഒരുത്തൻ തന്നെയാണ്, അല്ലാതെ നീ റസൂലൊന്നുമല്ല എന്നാണ് അദ്ദേഹം വ്യാഖ്യാനിച്ചിട്ടുള്ളത്. കാരണം അറബി സാഹിത്യത്തിൽ മനുഷ്യരെക്കുറിച്ച് മുസഹർ എന്ന് ഉപയോഗിച്ചത് തെളിവായി ഉദ്ധരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഇമാം ഖുർത്തുബി, ഇമാം നവവിയെ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു അബ്ബാസിനെ ഉദ്ധരിച്ചിട്ടുണ്ട്, മറ്റു തഫ്സീറുകളിലും അത് കാണാം. അവിടെ ഇന്നമാ അന്ത മിനൽ മഖ്ലൂഖീൻ എന്നാണ്. അഥവാ മുസഹർ എന്നതിൻ്റെ അർത്ഥം മഖ്ലൂഖ്,
സൃഷ്ടികളിൽപ്പെട്ടവനാണ് എന്നർത്ഥം പറഞ്ഞതും കാണാൻ കഴിയും. മാ അന്ത ഇല്ല ബഷറും മിസ്ലുന, നീ ഞങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനല്ലാതെയല്ല. ഇമാം ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീറിൻ്റെ ഉപോത്ബലകം ഇതായിരിക്കാം ഒരു പക്ഷേ. പിന്നെ തുടർന്ന് പറയുന്നത് നീ ഞങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് എന്നാണല്ലോ. എല്ലാ നബിമാരെക്കുറിച്ചും ഉണ്ടായിരുന്ന ആരോപണമാണ്. മാലിഹാദ റസൂൽ യഅ്കുലൂന തആമ വയംശൂന ഫിൽ അസ്വാഖ്, ഇതെന്ത് റസൂലാണ്, അങ്ങാടിയിലൂടെ നടക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അതുപോലെ കുടുംബം പുലർത്തുന്നു, ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളാണ്. അതിനൊക്കെ കൗതുകകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബാക്കി എല്ലാ ആരോപണങ്ങളും നിഷേധിക്കുകയായിരുന്നു. സിഹർ ബാധിച്ചതാണ് എന്നത്, കള്ളം പറയുകയാണ് എന്നത്, ഭ്രാന്താണ് എന്നത് ഒക്കെ നിഷേധിക്കുകയായിരുന്നു നബിമാർ പൊതുവിൽ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകിച്ചും. പക്ഷെ ഈ ആരോപണം നേരെ തിരിച്ചാണ്, ഏറ്റെടുക്കുകയെന്ന്. അങ്ങനെ തന്നെയാണ്. ആ അന ഇല്ലാ ബഷറും മിസ്ലുക്കും യൂഹ ഇലയ്യ, ഞാൻ നിങ്ങളെപ്പോലുള്ളൊരു റസൂലല്ലാതെ വേറൊന്നുമല്ല, നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനല്ലാതെയല്ല. പിന്നെ എന്താ വ്യത്യാസം? യൂഹ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെടുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഷറും മിസ്ലുന, ഞങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്. ഇവിടെ മുസ്ലിം സമുദായത്തിൽ വലിയ തർക്ക വിഷയമാണ്. റസൂല് സാധാരണ മനുഷ്യനാണ് അല്ല എന്നൊക്കെ പറയുന്നത്. ഇദ്ദേഹം ഒരു അമാനുഷികനല്ല എന്നാണ് അവർ എതിരാളികൾ റസൂലാണെന്ന് അംഗീകരിക്കാതിരിക്കാൻ കാരണമായി തന്നെ പറഞ്ഞിരുന്നത്. കാരണം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉൾപ്പെടെ ഒരു നബിയുടെയും അമാനുഷികത എതിരാളികൾക്ക് തോന്നിയിരുന്നില്ല. ഞങ്ങളെപ്പോലെ വീട്ടിൽ ജനിച്ചു വളർന്ന് സാധാരണ ജീവിതം നയിക്കുന്ന ആളാണ് എന്നർത്ഥം. നമ്മുടെ നാട്ടുകാർ പലപ്പോഴും നേരെ തിരിച്ചാണ് പറയുന്നത്, അമാനുഷികത ആരോപിക്കുകയാണ്. താങ്കളെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കുമായിരുന്നില്ല. അതൊരു കള്ള ഹദീസാണ്. അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമാണ്. അത് യാതൊരു തുമ്പും പാലും ഇല്ലാത്ത കള്ള ഹദീസാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മലമൂത്ര വിസർജനത്തിന് സുഗന്ധമായിരുന്നു, നിഴലുണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് വർത്തമാനങ്ങളുണ്ട്. അതൊക്കെ വ്യാജം കെട്ടി ചമക്കുകയാണ്. കാരണം അതൊക്കെ എതിരാളികൾ അനുഭവിച്ചിരുന്നെങ്കിൽ പിന്നെ അവർ നീ ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് ഇങ്ങോട്ട് പറയുമായിരുന്നല്ലോ. അതല്ല അവർ പറഞ്ഞത്, നീ ഒരു സാധാരണ മനുഷ്യനാണെന്നാണ്. എന്നിട്ടത് സമ്മതിച്ചും കൊടുക്കുകയാണ്, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയാണ്. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിഴലില്ലാത്ത, മലമൂത്ര വിസർജനത്തിന് സുഗന്ധം വീശുന്ന, ഇങ്ങനെയൊക്കെയുള്ള ഒരു അതിമാനുഷ്യൻ. അങ്ങനെയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ റസൂൽ എന്ന നിലയിലുള്ള മഹത്വം കുറയാണ് ചെയ്യുക. മഹത്വം കൂടുന്നത് എങ്ങനെയാണ്? ഇന്നി അത്തഖാക്കും ലില്ലാഹി വ അഖ്ശാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പടച്ചോനെപ്പേടിയുള്ളവനും ഏറ്റവും തഖ്വയുള്ളവനും ഞാനാണ്. ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യൂഹ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെടുന്നുണ്ട്. എന്നിട്ട് ആ വഹി കിട്ടിയിട്ട് എങ്ങനെയാണോ ഒരു വിശ്വാസി ജീവിക്കേണ്ടത് അങ്ങനെ ജീവിക്കുകയാണ് ഞാൻ. അതുകൊണ്ട് വലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, സാധാരണ മനുഷ്യർക്ക് വലിയ മാതൃകയുണ്ട് മനുഷ്യനായ റസൂല് ജീവിക്കുന്നത്. മലക്കിനെ പോലെയാണ് ആകണമെന്ന് പറഞ്ഞതിന് അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ ഈ സൂറത്തുൽ അറാഫിൽ. അങ്ങനെ മലക്കിനെ റസൂലായിട്ട് അയക്കുകയായിരുന്നെങ്കിൽ അദ്ദേഹത്തെയും ഒരു മനുഷ്യനെ പോലെ തന്നെ ആക്കി മാറ്റുമായിരുന്നു. അല്ല, ഭൂമിയിൽ ജീവിക്കുന്നത് മലക്കുകളായിരുന്നെങ്കിൽ മലക്കുകൾക്ക് മാതൃകയാക്കാൻ വേണ്ടി മലക്കിനെ റസൂലായിട്ട് അയക്കുകയും ചെയ്യുമായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യർക്ക് മാതൃകയാക്കാൻ വേണ്ടി മനുഷ്യരിൽപ്പെട്ട ഒരാളെ റസൂലാക്കുക. റസൂലം മിൻകും, നിങ്ങളിൽ നിന്നൊരു റസൂൽ എന്ന് പലതവണ പറയുന്നുണ്ട്. കാരണം എന്താണ്? മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അത് ഈ മനുഷ്യൻ ജീവിക്കുന്നത് പോലെ അദ്ദേഹത്തിന് വഹി കൊടുത്തിട്ട് അദ്ദേഹത്തെ മാതൃകയാക്കി ജീവിക്കുക. അങ്ങനെ ആ മനുഷ്യൻ ജീവിക്കുന്നത് പോലെ. അപ്പോൾ നോമ്പെടുക്കണം എന്ന് പറയുന്നത് എല്ലാവർക്കും വിശക്കും. യഅ്കുലൂന തആമ വയംശൂന ഫിൽ അസ്വാഖിയാണ്. അങ്ങനത്തെ റസൂല് പറയുകയാണ് സുബഹി മുതൽ മഗ്രിബ് വരെ നോമ്പെടുക്കണം. അത് വിശക്കാത്ത നബി ആണ് പറയുന്നതെങ്കിൽ, അതിമനുഷ്യനോ അമാനുഷ്യനോ ആയ നബിയാണ് പറയുന്നതെങ്കിൽ ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പകരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നത് 2 ദിവസം തുടർച്ചയായിട്ട് നോമ്പെടുക്കലായിരുന്നു. നിങ്ങളുടെ ഇരട്ടി ചെയ്യുന്നുണ്ട് ഞാൻ. നമസ്കാരം, സക്കാത്ത്,
കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ധാരാളം നിയമങ്ങളുണ്ട്. ഒക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാലിക്കുകയാണ്. സദാചാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങളുണ്ട്, എല്ലാം പാലിക്കുകയാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നതിൽ മുന്നിൽ നടക്കുന്ന റസൂൽ യുദ്ധത്തിന് വരെ പോകുന്നുണ്ട്, കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നുണ്ട്, എല്ലാറ്റിലും മുന്നിലാണ് അവിടുന്ന്. ഇത് തന്നെയായിരുന്നു എല്ലാ റസൂലുമാരുടെയും സ്ഥിതി. അതുകൊണ്ടാണ് അവരെ ആരോപിക്കുന്നത് നീ ഞങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയാണെന്ന്. ഫഅ്തി ബി ആയത്തിൻ ഇൻ കുന്ത മിന സാദിഖീൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിരാളികൾ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്, നീ സത്യസന്ധനാണെങ്കിൽ, നീ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ, അതിന് നീ ഞങ്ങൾ പറയുന്നത് പോലെ ഒരു പ്രത്യേകം തെളിവ് ഇങ്ങോട്ട് കൊണ്ടുപോവാ. മക്കാ മുശ്രിക്കുകളും ആവശ്യപ്പെട്ടിരുന്നു, സഫാമല പൊന്നാക്കണം, അതുപോലെ മക്കയിൽ ഒരു പുഴ ഒഴുക്കണം, അതിൻ്റെ തീരത്ത് നല്ല തോട്ടമുണ്ടാകണം, അതിലൊരു ആശ്രമമുണ്ടാകണം, നിനക്കൊരു കൊട്ടാരം ഉണ്ടാകണം, ഇങ്ങനെയൊക്കെ പല ആവശ്യങ്ങളും അവർ ഉന്നയിച്ചിരുന്നു. അങ്ങനെ അസാധാരണമായി ഞങ്ങൾ നബിയാണെന്ന് അംഗീകരിക്കണമെങ്കിൽ ഞങ്ങൾ ഈ കാണുന്ന ദൃഷ്ടാന്തങ്ങളൊന്നും പോരാ, പകരം ഞങ്ങൾ പറയുന്നത് പോലെ ഒരു ദൃഷ്ടാന്തം കൊണ്ടുവരികയാണെങ്കിൽ നീ സത്യസന്ധനാണെന്ന് സമ്മതിക്കാം എന്നാണ് സാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ ജനത അദ്ദേഹത്തോട് പറഞ്ഞത്. അതിനുള്ള പ്രതികരണമാണ് ഇനിയുള്ള ആയത്തുകൾ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم الحمد لله رب العالمين.